നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നേ കുറെ പേര് ചോദിക്കുന്നതല്ലേ LPUPയുടെ ക്ലാസ് ഉണ്ടോ, മെറ്റീരിയൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ. അപ്പോൾ PSC LPUP തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണേ. അപ്പോൾ പഠനം ആരംഭിക്കാനുള്ള ബെസ്റ്റ് സമയമാണ്. നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ട്, പിന്നെ നല്ലൊരു മെറ്റീരിയൽ കൂടി വേണ്ടേ. അപ്പോൾ LPUPക്ക് പ്രധാനമായിട്ടും സയൻസ് നന്നായിട്ട് നോക്കണം. പിന്നെ റാങ്ക് നിർണ്ണയിക്കുന്ന ഫാക്ടർ സബ്ജക്ട് വൈസ് ആയിട്ടുള്ളത് സൈക്കോളജിയാണ്. സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്കാണ് സൈക്കോളജിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി അടങ്ങിയ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മെറ്റീരിയൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോവാണേ. ബെസ്റ്റ് പബ്ലിക്കേഷന്റെ LPUP എക്സാമിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി പുറത്തിറക്കിയ ഒരു ബുക്കാണ്. ഇതിൽ 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഉള്ളത്. 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പം 16 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ഏപ്രില് ഒരു NCA കാറ്റഗറി LPUPയുടെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അത് മുതൽ ബാക്കിലേക്കുള്ള 16 മുൻവർഷ ചോദ്യ പേപ്പറും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അത് GK ആണെങ്കിലും മാത്സ് ആണെങ്കിലും മലയാളം ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സൈക്കോളജി ഞാൻ എടുത്തെടുത്ത് പറയാ, എല്ലാവർക്കും LPUPക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ബാക്കി സബ്ജക്റ്റ് ഒന്നും വലിയ വിഷയം കാണത്തില്ല. അധികം പരിചയമില്ലാത്ത സൈക്കോളജി എന്ന സബ്ജക്റ്റ് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ ഒരു ബുക്കിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും സൈക്കോളജി പാർട്ട് വളരെ വിശദമായിട്ട്, ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, LPUP നഴ്സറി ടീച്ചർ, പിന്നെ പ്രീ പ്രൈമറി, കേറ്റഡ് കാറ്റഗറി 1 and 2, ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പം ഇതിലെ സൈക്കോളജി വിഭാഗം ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് കംപ്ലീറ്റും DLEDന്റെ കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബുക്കില് DLEDന്റെ കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഫുള്ളും കൊടുത്തേക്കുന്നത്. ഫുൾ എക്സ്പ്ലനേഷനും സൈക്കോളജിയുടെ എക്സ്പ്ലനേഷനും DLEDന്റെ കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 99% ചോദ്യങ്ങൾ സൈക്കോളജിക്ക് ഈ ബുക്കിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ബുക്കിലെ 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ 16 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുൻവർഷ ചോദ്യ പേപ്പറാണ്, ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. പിന്നെ 34 ക്വസ്റ്റ്യൻ പേപ്പർ SCERT 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയുള്ള മാതൃകാ ചോദ്യ പേപ്പറുകളാണ്. അതിനും ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഈ 2 സെഷനും, ഈ മുൻവർഷ ചോദ്യവും മാതൃകാ ചോദ്യവും കഴിഞ്ഞിട്ട് 1000-ലധികം സൈക്കോളജി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ 1000-ലധികം ക്വസ്റ്റ്യൻസ് മുൻവർഷ ചോദ്യങ്ങളാണ്. 1000-ലേറെ മുൻവർഷ ചോദ്യം മുൻവർഷങ്ങളിലെ LPUP, കേറ്റഡ് കാറ്റഗറി 1 and 2, പിന്നെ നഴ്സറി, പ്രീ പ്രൈമറി എല്ലാത്തിനും ചോദിച്ച സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് അവസാനം 1000-ലധികം ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ബുക്കിന്റെ അവസാനം റാങ്ക് നിർണയ ബെസ്റ്റ് പബ്ലിക്കേഷന്റെ ബെസ്റ്റ് ടിപ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥം തന്നെയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ, നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പുസ്തകം വാങ്ങാം. ഈ ബുക്ക് നിങ്ങൾക്ക് ഒരു 3 വട്ടമെങ്കിലും ഫുള്ളായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ LPUP നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ അതുപോലുള്ളൊരു ബുക്കാണ്. പിന്നെ ഞാൻ ഇതിന്റെ ഒരു കണ്ടന്റ് കാണിക്കാം. അതിന് മുന്നേ ബുക്കിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞേക്കാം. 700 രൂപയാണ് ആക്ച്വൽ പ്രൈസ്. പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 600 രൂപയ്ക്ക്, 100 രൂപ ഡിസ്കൗണ്ടിൽ 600 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, വാങ്ങാനുള്ളതൊക്കെ നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും കണ്ടന്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ബുക്ക്. 50 പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ, 1000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് സൈക്കോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലെ സിലബസ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളടക്കം 2022 ബാക്കിലേക്ക് 2005 വരെയുള്ള 16 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ 34 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഉള്ളത്. 34 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അത് കഴിഞ്ഞ് സൈക്കോളജിയുടെ 1000-ലധികം ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പ്രാക്ടീസ് ചെയ്തിട്ട് ഈ കട്ട് ഓഫിൽ നിങ്ങൾ എത്തുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2022 ഏപ്രിൽ മാസം 23-ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം കൊടുത്തേക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും അനുബന്ധ വിവരങ്ങൾ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ചോദ്യത്തിൻ്റെയും അനുബന്ധ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്തേക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ബോക്സിൽ കൊടുത്ത് നമുക്ക് കുറച്ച് പഠിക്കാനുള്ള
ഈസി ആയിട്ട് എല്ലാ രീതിയിലും കൊടുത്തിട്ടുണ്ട്. സൈക്കോളജി ഞാൻ പറഞ്ഞില്ലേ, DLEDന്റെ കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് സൈക്കോളജിയിൽ ഫുള്ളായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പുരോഗമിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ബാക്കിലെ 1000-ലധികം സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് താഴെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ബുക്കിന്റെ അവസാനം റാങ്ക് നിർണയ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് LPUPക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ്സ് എല്ലാം കണ്ടല്ലോ അല്ലേ, സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ബുക്ക്, ബെസ്റ്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കുന്ന LPUPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. LPUPക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും, LPUP മാത്രമല്ല കേറ്ററ്റ് എക്സാം എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. LPUPക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവത്തില്ലേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണാം. ബൈ, ടാറ്റ, താങ്ക് യു.